ഇറാന്റെ കൈവശമുള്ള രഹസ്യായുധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നമ്മുടെ പക്കലില്ല. എങ്കിലും അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മാരകായുധങ്ങൾ അവർ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. കാര്യങ്ങളുടെ ഒരു സ്ഥിതിഗതികൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നമുക്കറിയാം, ഈ ഹോർമുസ് എന്ന് പറയുന്നത് ഇറാനാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ഇറാൻ്റെ കൈവശമാണ്. അതിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിന് സാധിക്കുന്നില്ല. അവർ അതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്, എന്ത് രഹസ്യായുധങ്ങൾ അല്ലെങ്കിൽ എന്ത് ശക്തി പ്രയോഗിച്ചുകൊണ്ടാണ് ഈ ഹോർമുസിൻ്റെ ആധിപത്യം ഇറാൻ അവരുടെ കൈക്കൽ ഭദ്രമായി സൂക്ഷിക്കുന്നത്. അമേരിക്കയ്ക്ക് നിരവധിയായിട്ടുള്ള ശക്തിയുണ്ട്. അവരുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആയുധ ശേഖരം അവരുടെ പക്കലുണ്ട്. എന്നിട്ടും ഹോർമുസ് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തത്? അതിന് പിന്നെ ഈ ഹോർമുസ് എന്നത് ഒരു ഷാലോ വാട്ടർ സീ ആണ്. അതായത് ആഴം കുറഞ്ഞ കടലാണ്. ആ കടലിനെ വളരെ കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് ആ കടലിനെ പഠിച്ച് അതിന് അനുയോജ്യമായ യുദ്ധതന്ത്രങ്ങൾ രൂപപ്പെടുത്തിയ ഇറാൻ്റെ ഒരു 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 വാർ ഡോക്ട്രൈനുണ്ട്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശമുള്ള ആയുധങ്ങളാണ്. അതായത് ഈ അമേരിക്കയോളം ആധുനിക ആയുധങ്ങളൊന്നും ഇറാൻ്റെ കൈവശം ഇല്ലെങ്കിലും ഇറാൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ആ പ്രദേശത്ത് പ്രസക്തമായിട്ടുള്ള ആയുധങ്ങൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഉദാഹരണത്തിന് ഈ ഹോർമുസിൽ ഇറാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അവരുടെ കൈവശമുള്ള കുള്ളൻ സബ്മറീൻസ്, അന്തർവാഹിനികൾ, അതുപോലെ തന്നെ ഈ സ്പീഡ് ബോട്ടുകൾ. അതൊന്നും അത്ര വലിയൊരു സാങ്കേതിക വിദ്യ ഒന്നും ആവശ്യമുള്ളതല്ല. പക്ഷേ ഹോർമുസിന് ഇത്തരം ചെറിയതും അല്ലെങ്കിൽ വേഗതയുള്ളതുമായിട്ടുള്ള ചില യാനങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഷയം ഇറാൻ്റെ കൈവശമുള്ള ഡ്രോണുകളാണ്. ഇവിടെ നമ്മളത് ചിന്തിക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഈ മറ്റു രാജ്യങ്ങൾക്ക് സീ ഡിനയൽ, അതായത് സമുദ്രം തടയുക, ഇതാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാന് സ്വന്തമായിട്ട് അത് പിടിച്ചെടുക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഉറപ്പാക്കാം. പിന്നെ ഇറാന്റെ ഒരു തീരപ്രദേശം 100 കിലോമീറ്ററിലെ അധികം നീളമുള്ള തീരപ്രദേശം, അതിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിസൈൽ ലോഞ്ചിങ് പാഡുകൾ, ഡ്രോൺ ലോഞ്ചിങ് പാഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇറാന്റെ കൈവശമുള്ള ഈ ചില ചെറിയ അന്തർവാഹിനികൾ, ഇതൊക്കെ വളരെ ടെക്നോളജിക്കലി വളരെ പിറകിലാണ്. ചിലപ്പോൾ നമ്മൾ പുച്ഛിച്ചിരിക്കുന്ന ടെക്നോളജി ആയിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഹോർമുസിന് ഈ ടെക്നോളജി മതിയാകും. ഹോർമുസിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രത്യേകത, ഹോർമുസിന്റെ ആവറേജ് ആഴം, പ്രത്യേകിച്ച് ഇറാന്റെ തീരത്തോടടുത്തുള്ള ആവറേജ് ആഴം എന്ന് പറയുന്നത് വെറും 30 മീറ്റർ മാത്രമാണ്. അപ്പോൾ ആഴം കുറഞ്ഞ ഒരു കടലാണ്. ഈ ആഴം കുറഞ്ഞ കടലിൽ പറ്റുന്ന അന്തർവാഹിനി എന്ന് പറയുന്നതാണ് ഈ കുള്ളൻ അന്തർവാഹിനി. ആ കുള്ളൻ അന്തർവാഹിനികൾ ഗാദിർ എന്നാണ് ഇറാൻ അതിന് പേരിട്ടിരിക്കുന്നത്. ഈ ഗാദിർ അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ അതിന് ഏതാണ്ട് ഒരു 29 മീറ്റർ നീളമൊക്കെ മാത്രമേ വരൂ. ചെറിയ അന്തർവാഹിനിയാണ്. അതിൽ കുറച്ച് നാവികരും ഒക്കെയാണ്. അത് മുഖ്യമായിട്ടും അതിൻ്റെ മൊത്തത്തിലുള്ള ഭാരം പോലും 120 ടണ്ണാണ്. 120 ടൺ ഭാരം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വലുതായിട്ട് തോന്നും. പക്ഷെ നമ്മളത് കമ്പയർ ചെയ്യേണ്ടത് അമേരിക്ക ഈ ഗൾഫ് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒഹായോ ക്ലാസ് എന്ന് പറയുന്ന അന്തർവാഹിനികളാണ്. ആ ഒഹായോ ക്ലാസ് അന്തർവാഹിനികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 18,000, അതായത് 18,000 ടണ്ണാണ്. അപ്പൊ അതും 180 ടൺസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇറാന്റെ അന്തർവാഹിനിയുടെ 100 ഇരട്ടി ഭാരമുണ്ട് അമേരിക്കയുടെ അന്തർവാഹിനി. ഈ അന്തർവാഹിനിക്ക് ഈ ഹോർമുസിലൂടെ വേണ്ട ഇത് സഞ്ചരിക്കും. ചെറിയ അന്തർവാഹിനിയൊന്നുമില്ല. ഇവിടെ ഇറാന്റെ വിജയം എന്ന് പറയുന്നത് ഈ കുള്ളൻ അന്തർവാഹിനികൾ മാത്രമല്ല, ഇവിടേക്ക് യുദ്ധം അമേരിക്കയെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ആഴക്കടലിലേക്ക് പോയിട്ട് യുദ്ധം ചെയ്ത അമേരിക്ക പുഷ്പം പോലെ ഇറാനെ തീർക്കും. നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് അമേരിക്കയുടെ ഒരു ആണവ അന്തർവാഹിനി വന്നിട്ട് ഇറാന്റെ ഒരു ഫ്രിഗേറ്റ് തകർത്ത് 85 നാവികരെ മരിച്ചവരുടെ ശവശരീരം കിട്ടി.
150 പേരിൽ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പലതും അറിയാൻ വയ്യ. കുറച്ച് പേരെ 40ഓളം പേരെ രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവരും മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പം അതാണ് ആഴക്കടലിൽ സംഭവിക്കുന്നത്. പക്ഷേ ഹോർമൂസിൽ വെച്ച് ഈ 18,000 കിലോ ഭാരമുള്ള ഒരു അന്തർവാഹിനി ഹോർമൂസിലൂടെ നീങ്ങത്തിൽ പോലും ഇല്ല. പല സ്ഥലത്തും അത് സ്റ്റക്കായി പോകും. അതുകൊണ്ട് അത് അവർ ഇറക്കത്തില്ല. അപ്പൊ അവിടെയാണ് ഈ കുള്ളൻ അന്തർവാഹിനിയായ ഗാദിറിന്റെ ഒരു പ്രസക്തി. ഇറാന്റെ കയ്യിൽ കുറച്ചുകൂടെ വലിയ അന്തർവാഹിനിയൊക്കെ ഉണ്ട്. ഫത്ത എന്ന് പറയുന്ന വേറൊരു അന്തർവാഹിനി ഉണ്ട്. അത് പിന്നെ 600 ടൺ ഭാരമുള്ള, എന്നാലും അമേരിക്കയുടേതായിട്ടൊന്നും ഒരു കമ്പാരിസനും ഇല്ല, ഒരു താരതമ്യവും ഇല്ല. പിന്നെ റഷ്യയുടെ പഴയ കീലോ ക്ലാസ് എന്ന് പറയുന്ന ഇന്ത്യക്കൊക്കെ ഉണ്ട്. അത് ഒരെണ്ണോ രണ്ടെണ്ണോ എങ്ങാണ്ടേ ഉള്ളൂ വലിയ അന്തർവാഹിനി. അപ്പൊ ഈ ഫത്തായും ഗാദിറും 10 എണ്ണം വീതമുണ്ട്. അതിന് 20 അന്തർവാഹിനികളുണ്ട്. ഈ അന്തർവാഹിനികളാണ് ശരിക്കും ഇറാന് ഹോർമുസ് കടലിടുക്കിൽ അവർക്ക് ശക്തി കൊടുക്കുന്നു. ആ ശക്തി അമേരിക്കയെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. കാരണം ചെറിയ ടോർപിഡോകളുണ്ട് ഇതിൽ. മറ്റ് ഒരു യുദ്ധക്കപ്പലൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എണ്ണക്കപ്പൽ പോകുമ്പോൾ ആ എണ്ണക്കപ്പലിനെ ടോർപിഡോ വിട്ട് തകർക്കാൻ ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ പിന്നെ ബോട്ടുകളാണ്. ഞാൻ പറഞ്ഞല്ലോ ഹൈസ്പീഡ് ബോട്ടുകളെ കുറിച്ച് ആദ്യം. ഈ ഹൈസ്പീഡ് ബോട്ടുകളിൽ പലപ്പോഴും അത് റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളുണ്ട്. ഇതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് ഒരു ചരക്ക് കപ്പലാകട്ടെ, ഒരു കണ്ടെയ്നർ കപ്പലാകട്ടെ, ഒരു എണ്ണ ടാങ്കർ ആകട്ടെ, അതിന് നേരെ വിടുക. അപ്പോൾ അത് അവിടെ പോയിട്ട് ഇടിച്ചു തരും, ഒരു സൂയിസൈഡ് ബോട്ട് പോലെ. അതാണ് ഇറാൻ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി. ഇനി ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാന്റെ ഡ്രോണുകളാണ്. ആ ഡ്രോണുകൾ നിശ്ചയമായിട്ടും ഈ പറയുന്ന തീരപ്രദേശത്ത് ഇറാന് ഒരുപാട് ലോഞ്ചിങ് പാഡുണ്ട്. ഇറാന്റെ കൈവശം പല മിസൈലുകളുണ്ട്. ഏതാണ്ട് 25 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ തൊട്ട് 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ക്രൂയിസ് മിസൈലായ അബു മഹ്ദി വരെയുണ്ട്. അങ്ങനെയാണ് ഇറാൻ ഈ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ അത്യന്താധുനിക ആയുധങ്ങളെ മറികടക്കുന്നത്. ഇപ്പൊ ഇറാൻ അറിയാം, അമേരിക്കയുടെ GPS മറ്റോ ഉപയോഗിച്ച് ഇറാന്റെ ഡ്രോണുകൾ നീങ്ങിയാൽ തീർച്ചയായിട്ടും അതൊരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തില്ല. കാരണം അമേരിക്ക ഈ സർവീസസ് ഇറാന് കൊടുക്കില്ല. പകരം ഇറാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഒരു ഫോട്ടോ ഈ പിന്നെ ഡ്രോണുകളിലൊക്കെ ഫീഡ് ചെയ്തിരിക്കും. അപ്പോൾ ഡ്രോണിലുള്ള കമ്പ്യൂട്ടർ താഴെ ലൈവ് ഫീഡ് എടുത്തിട്ട് താഴെയുള്ള ഭൂപ്രദേശങ്ങളെ ഈ ഫീഡ് ചെയ്തിരിക്കുന്ന പിന്നെ ഫോട്ടോകളുമായിട്ട് മാച്ച് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അത് നീങ്ങുന്നത്. അങ്ങനെ സാറ്റലൈറ്റ് നാവിഗേഷൻ ഇല്ലാതെ തന്നെ ഇറാൻ മറ്റൊരു വഴിയിലൂടെ സ്വന്തം ഡ്രോണുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ആണെങ്കിലും ഒക്കെ ഇറാൻ അവൈലബിൾ ആയിട്ടുള്ള കോമ്പണൻസ് ഉപയോഗിച്ച് ഇംപ്രവൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്. അതായത് നമുക്ക് പിന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള കോമ്പണൻസ് ഒന്നും കിട്ടുന്നില്ല, സ്പെയർ പാർട്സ് ഇല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ സ്വന്തം ആയിട്ട് ടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയിട്ട് ഇറാൻ പിന്നെ ഇറാന്റെ പരിമിതികളെയൊക്കെ പരിഹരിക്കുന്നു. പിന്നെ മറ്റൊരു അതിപ്രധാനമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇറാന്റെ സൈന്യം വളരെ വർഷങ്ങളായിട്ട് ഹോർമൂസിൽ ഇങ്ങനെ ഒരു ഭാവിയിൽ എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ എങ്ങനെ വേണം ഹോർമൂസിനെ നിയന്ത്രിക്കേണ്ടത്, ഹോർമൂസിൽ എങ്ങനെ ഇടപെടണം, ഇതൊക്കെ വളരെ കൃത്യമായ ഒരു പ്ലാനിങ് ഇറാനുണ്ടായിരുന്നു. അവരുടെ യുദ്ധ ഇതിനെയൊക്കെ ആശ്രയിച്ചാണിരുന്നത്. ഇത് വെച്ചിട്ട് അവരെ നിരന്തരം അവരുടെ നാവികർക്ക്, അല്ലെങ്കിൽ നാവികർക്ക് മാത്രമല്ല ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിലെ അംഗങ്ങൾക്കുമൊക്കെ ഹോർമൂസിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട്. ആ ജോഗ്രഫി അവർക്കറിയാം. പിന്നെ ഒരാളെ മാത്രം കയറ്റിപ്പോകാൻ പറ്റുന്ന ചില വെള്ളത്തിൽ കൂടെ പോകുന്ന ചില വാഹനങ്ങളും അവർക്കുണ്ട്. അതായത് ഒരു നാവികൻ അതിൽ കയറിപ്പോയിട്ട് അതിൽ അയാൾ ചില സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് മൈൻ നിക്ഷേപിക്കും. ഈ മൈനിൽ തട്ടിയിട്ട് കപ്പലുകൾ തകരും. അങ്ങനെയൊക്കെയുള്ള നിരവധി അവരെ കൊണ്ട് കഴിയുന്ന ചെറിയ ആയുധങ്ങളാവാം, സാങ്കേതിക മേന്മയൊന്നും അധികം അവകാശപ്പെടാനില്ലാത്തതാവാം. പക്ഷേ എതിരാളികളുടെ പിന്നെ ശാസ്ത്ര സാങ്കേതിക മേന്മയെ, മികവിനെ ഈ പിന്നെ ചെറിയ ആയുധങ്ങൾ കൊണ്ടും ഈ നമുക്കത് താരതമ്യേന അപരിഷ്കൃതം എന്ന് തോന്നുന്ന തരം
അന്തർവാഹിനികൾ കൊണ്ടും ഒക്കെ പിന്നെ മിജറ്റ് അന്തർവാഹിനികൾ എന്ന് പറയുന്ന ഗാദിറിനെ, അതായത് കുള്ളൻ അന്തർവാഹിനികൾക്ക് ഉള്ള ഒരു പ്രത്യേകത, അതിന് സൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ തിരിച്ചറിയപ്പെടുന്നില്ല. അമേരിക്ക ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഈ അന്തർവാഹിനികളെ നശിപ്പിക്കാനായിട്ട് ഈ MH-60 റോമിയോ എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ പിന്നെ അതിൽ നിന്ന് മിസൈൽ വിട്ട് നശിപ്പിക്കും. പിന്നെ P-8 എന്ന് പറയുന്ന പൊസൈഡൺ വിമാനങ്ങളുണ്ട്. പിന്നെ അമേരിക്ക പഴയ കാലത്തെ ഒരു വിമാനം അമേരിക്ക ഇപ്പം അത് റീപർപ്പസ് ചെയ്തിട്ട് അവിടെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ കുള്ളൻ അന്തർവാഹിനികൾ വലിയ അന്തർവാഹിനികളെ അപേക്ഷിച്ച് അതിൻ്റെ അക്വസ്റ്റിക് സിഗ്നേച്ചർ വളരെ ചെറുതാണ്. അതായത് സൗണ്ട് പിന്നെ അതിൽ നിന്നും വളരെ നേരിയ ശബ്ദം മാത്രമേ വരൂ. ഏതാണ്ട് ആണവ അന്തർവാഹിനികളുടെ ഒരു പ്രത്യേകതയും ഒരു മേന്മയായിട്ട് നമ്മൾ പറയുന്നത് അത് ശബ്ദമുണ്ടാക്കില്ല എന്നുള്ളതാണ്. ഏതാണ്ട് അതേ രീതിയിൽ ഈ ചെറിയ ഇതിൻ്റെ ആ ഒരു വലിപ്പത്തിൻ്റെ കുറവ് കൊണ്ടും ചെറിയ മോട്ടറാണ് അതിൽ പ്രവർത്തിക്കുന്നത്, ചെറിയ എഞ്ചിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടും കൂടുതൽ ആൾക്കാർക്ക് അതിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടും ഒക്കെ തന്നെ പല ആനുകൂല്യങ്ങളും ഈ ചെറിയ അന്തർവാഹിനികൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വോയിസ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ അക്വസ്റ്റിക് സിഗ്നേച്ചർ അത്ര എളുപ്പമല്ല കിട്ടാനായിട്ട്. അങ്ങനെ സോണാർ ഉപയോഗിച്ചും മറ്റു രീതിയിലുമൊന്നും ഇതിനെ കണ്ടുപിടിക്കാനും അത്ര സാധ്യതയില്ല. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തീരത്താണ് ഈ പിന്നെ ഹോർമൂസിന്റെ ഒരു സൈഡ് മുഴുവൻ ഇറാന്റെ തീരമാണ്. സ്വാഭാവികമായിട്ടും അവിടെ പലയിടത്തും ഇത് ഡോക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഇറാന് കുറച്ച് ഭൂപ്രകൃതി നൽകുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഭൂപ്രകൃതി നൽകുന്ന അഡ്വാൻറ്റേജസ് ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നു. കാരണം ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഒരു ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടാൽ അതിന് $40,000 വിലയുള്ളതെന്നാണ് പറയുന്നത്. ഈ ഷഹീൻ എന്ന് പറയുന്ന ഡ്രോണിന് വെറും $40,000 അതിന്റെ വില. പക്ഷേ ഒരു ഇന്റർസെപ്റ്റർ ഇതിനെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലിന് അതിന് ഒരു 1 മില്യൺ 2 മില്യനും ഒക്കെ ഡോളർ ചെലവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ 10 ഇറാന്റെ ഡ്രോണുകളെ അമേരിക്ക തകർക്കുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും. ഇറാൻ ആ ഡ്രോൺ പോയാലും വലിയ കുഴപ്പമില്ല. 10 ഡ്രോൺ പോയാൽ $4 ലക്ഷം. അമേരിക്കയ്ക്ക് അതല്ല, ചിലപ്പം 100 ദശലക്ഷം അല്ലെങ്കിൽ ഒരു $10 കോടി ഒക്കെ അമേരിക്കയ്ക്ക് ചിലവാകും. ഇത് ഒരു പ്രതിസന്ധിയാണ് അമേരിക്കയെ സംബന്ധിച്ച്. ഇതാണ് അമേരിക്കയ്ക്ക് ഈ ഹോർമൂസിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു തടസ്സം. ഇവിടെ ഇപ്പൊ അമേരിക്ക പ്രതീക്ഷിക്കുന്നത് മറ്റു രാജ്യങ്ങളോട് ഉൾപ്പെടെ ഈ അമേരിക്കയെ സഹായിക്കുകയും ഈ ആളില്ലാ ബോട്ടുകളൊക്കെ, അതായത് ഇത് അത്ര വലിയൊരു സാങ്കേതിക വിഷയമല്ലെങ്കിൽ അമേരിക്ക ഒന്നും ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല. അത് കാരണം അമേരിക്ക അത് നിർമ്മിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യക്ക് ധാരാളമുണ്ട് ആളില്ലാ ബോട്ടുകൾ, തുർക്കിക്കുണ്ട്, അങ്ങനെയുള്ള ചില ചൈനയ്ക്കുണ്ട് ഇത്തരം ആളില്ലാ ബോട്ടുകൾ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ചെറിയ മിജറ്റ് സബ്മറീൻസ് അത് ഇന്ത്യക്കുണ്ട്. ഖത്തർ ഈ അടുത്ത കാലത്ത് അത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ രഹസ്യം ഇന്ത്യ ചോർത്തിയെടുക്കുകയാണെന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ 10 നാവികരെ അവർ വധശിക്ഷയ്ക്ക് ആദ്യം വിധിച്ചു. പിന്നീട് പ്രധാനമന്ത്രി ഒക്കെ ഇടപെട്ടിട്ട് അവരെ പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. അത് വാർത്ത വായിച്ചിട്ടുണ്ടാകും തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഖത്തർ ഈ പിന്നെ ഇറ്റലിയുടെ സഹായത്തോടു കൂടി ഈ മിജറ്റ് സബ്മറീൻസ് എന്ന് പറയുന്നത് നിർമ്മിക്കുകയാണ്. അപ്പൊ ഇറാനാണ് ഇവരുടെ എല്ലാം ഭയം. മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാന്റെ ഈ മിജറ്റ് സബ്മറീൻസ് എന്ന് പറയുന്ന ഒരു ഭയമാണ്. കാരണം ഗൾഫിന്റെ കപ്പലുകളെ പലതും ആക്രമിക്കാൻ ഇവർ പ്ലാൻ ഇടുന്നുണ്ടെന്ന് ചില വാർത്തകളുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വദേശീയമായിട്ടുള്ള ടെക്നോളജികൾ വികസിപ്പിച്ചും വലിയ പണച്ചെലവില്ലാത്ത ആയുധങ്ങൾ ഉണ്ടാക്കിയും ഈ സ്വന്തമായിട്ട് ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടി, അതായത് ഹോർമൂസിന് വേണ്ടി ഒരു യുദ്ധതന്ത്രം രൂപപ്പെടുത്തിയും ഒക്കെയാണ് ഇറാന് ഈ ഒരു യുദ്ധത്തിൽ ഹോർമൂസിന്റെ നിയന്ത്രണം, അല്ലെങ്കിൽ ഹോർമൂസിൽ മറ്റാരും ഇറങ്ങാതിരിക്കാനെങ്കിലും അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനെ മറികടക്കാൻ പല രീതിയിൽ ശ്രമിക്കും. ഇറാന്റെ അതേ തന്ത്രങ്ങൾ അവർക്കെതിരെ, ഇറാന്റെ ഇപ്പോൾ ഷഹീൻ ഡ്രോൺ അമേരിക്ക കോപ്പി ചെയ്ത് അതുപോലെ ഡ്രോൺ അമേരിക്ക ഉണ്ടാക്കി, അത് തിരിച്ച് ഇറാന് നേരെ ഉപയോഗിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ മിജറ്റ് സബ്മറീൻസും ഒക്കെ അമേരിക്കയും ഇനി രംഗത്തിറക്കുമായിരിക്കാം. യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടുത്തെ ലോക്ഹീഡ് മാർട്ടിനൊക്കെ അത്തരം പിന്നെ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ടാവും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ
അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.